അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ഒരു പാർലമെന്റ് സമ്മേളനം ആവശ്യപ്പെടുന്നുണ്ട് പ്രതിപക്ഷം. ഈ കാര്യങ്ങൾ ഇതിപ്പോ സൈന്യം സേന കൃത്യമായി ഇത് വിശദീകരിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇതിലൊരു രാഷ്ട്രീയമായ വിശദീകരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ? അത് പാർലമെന്റിന് മുൻപുണ്ടാകുമോ? അതോ പാർലമെന്റിൽ വിശദീകരിക്കാമെന്ന നിലയ്ക്കായിരിക്കുമോ? ഞാനതിന് മറുപടി പറയാം. അതിന് മുമ്പ് ഞാൻ 2-3 കാര്യം എന്നെ തടസ്സപ്പെടുത്തരുത്. ഒന്ന്, ഒരു കാലാൾപ്പട പോലും നഷ്ടപ്പെടാതെ എതിരാളികളുടെ രാജാവിനെ കൊണ്ട് അടിയറവ് പറയിപ്പിച്ച അസാമാന്യമായ ഒരു യുദ്ധ നൈപുണ്യവും രാജ്യതന്ത്രവും നയതന്ത്രവും ആണ് ഈ യുദ്ധത്തിൽ നാം കാഴ്ചവെച്ചത്. അവിടെ നാം വിജയിച്ചുവോ എന്നാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ചോദിച്ചത്. നമ്മളുടെ യുദ്ധം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെതിരായിരുന്നില്ല. ഇറ്റ് വാസ് വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ കേണൽ ഡെന്നി പറഞ്ഞത് നമ്മളുടെ ദൗത്യം കഴിഞ്ഞു. അതൊരു പ്രവർത്തനമായിരുന്നു, ഒരു റിറ്റാലിയേറ്ററി മിഷൻ, നോൺ എസ്കലേഷൻ ഉണ്ടാവണമെന്ന് നാം ആഗ്രഹിച്ചു. നാം ടെററിസ്റ്റ് കേന്ദ്രങ്ങളെ മാത്രം ആക്രമിക്കാൻ തീരുമാനിച്ചു. അത് വളരെ വൈവിധ്യത്തോടുകൂടി നാം ചെയ്തു. അതോടുകൂടി നമ്മുടെ ദൗത്യം തീർന്നു. പക്ഷെ വീണ്ടും പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും നാം അങ്ങോട്ടടിച്ചു. ഒരിക്കലും ഒരു സിവിലിയൻ മേഖലയിൽ കയറി അടിക്കാൻ നാം തീരുമാനിച്ചില്ല. ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യാപകമായിട്ടുള്ള ഒരു പാകിസ്ഥാൻ ഭൂമി മുഴുവൻ പിടിച്ചെടുക്കണം എന്ന് ചിന്തിച്ചിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമാണ് നാം ജയിച്ചിരിക്കുന്നു, സമ്പൂർണമായും നാം ജയിച്ചിരിക്കുകയാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. എന്ന് മാത്രമല്ല, അവരിങ്ങോട്ടടിച്ചപ്പോൾ 8 വ്യോമത്താവളങ്ങൾ തകർത്തു, ഇസ്ലാമാബാദിൽ വരെ പോയി തകർത്തു. എന്നു മാത്രമല്ല, അവരുടെ സൈനിക കേന്ദ്രങ്ങൾ 5 സൈനിക കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർത്തു. എന്നാൽ ഇന്ത്യയിലേക്ക് ഒരു വിമാനം അയക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ കാര്യം നമ്മൾ മറക്കരുത്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് ആ കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മിസ്റ്റർ ലിജുവിനോട്. മിസ്റ്റർ ലിജു, 2005 മുതൽ 2013 വരെയുള്ള കാലഘട്ടത്തിൽ 12 അറ്റാക്കുകൾ, ഭീകര അറ്റാക്കുകൾ നടന്നു. 12 എണ്ണം. ഈ 12-ൽ ഏറ്റവും വലുതായിരുന്നു 2008 നടന്നിട്ടുള്ള ബോംബെ അറ്റാക്ക്. 171 പേര് വധിക്കപ്പെട്ടത്. ഈ സമയത്ത് എപ്പോഴെങ്കിലും ഈ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങൾ പറഞ്ഞല്ലോ കൊള്ളാവുന്ന സൈന്യമാണ്, ശക്തമായ സൈന്യമാണ്, 1971-ലും 1948-ലും 2013-ലും 2014-ലും 2005-ലും 2025-ലും സൈന്യം ഇന്ത്യയുടെ ക്ഷേമമാണ്. 2005 മുതൽ 2013 വരെ 13 അറ്റാക്കുണ്ടായി. എന്തേ ഈ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഭീകരവാദിയുടെ ഈ അറ്റാക്കിനെ എതിർക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. മാത്രമല്ല, ബിജെപിയുടെ രാഷ്ട്രീയ മറുപടിയാണ് അത്. അങ്ങ് ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നില്ല. എന്നോട് ഡോക്ടർ ഫസൽ ഗഫൂർ ക്ഷമിക്കുകയും ചെയ്യണം. എന്റെ സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്.